ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നല്ലപോലെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, പക്ഷേ കട്ട് ചെയ്യാൻ പേടിയാണ്. കുറച്ച് പേരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കും ഇതുപോലുള്ള കമൻസൊക്കെ വരാറുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് കൊടുത്താൽ അവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ കട്ട് ചെയ്തെടുക്കാൻ എന്തോ ഒരു പേടി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കട്ടിങ് തന്നെയാണ്. അത് ശരിയായാൽ മാത്രമാണ് നമുക്ക് സ്റ്റിച്ചിങ്ങും കൂടെ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പലവിധ മെറ്റീരിയലും അവൈലബിൾ ആണ്. അപ്പോൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നമുക്ക് കസ്റ്റമർ എങ്ങനത്തെ ക്ലോത്താണ് കൊണ്ടുവരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കുന്നതിന് പകരം എങ്ങനെ നമുക്കത് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. നമ്മുടെ കോട്ടൺ പോലുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് ഈസിയാണ്, കയ്യിൽ ഒതുങ്ങുന്ന ക്ലോത്തുകളാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ നല്ല വഴുവഴുക്കുന്നൊരു ക്ലോത്താണ്, കയ്യിലൊന്നും പിടിച്ചാൽ കിട്ടാത്തൊരു ടൈപ്പ് ക്ലോത്താണ്. നല്ല കാണാനും ചെയ്താലൊക്കെ ഭംഗിയുള്ള ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ തന്നെ നമുക്ക് പണി കിട്ടുന്ന ഒരു ക്ലോത്താണ് ഈ ഒരു സ്പേസ് സിൽക്കിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ക്ലോത്തുകളുണ്ടല്ലേ, നമുക്കിതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളാണ്. പക്ഷെ നമ്മളത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്ലോത്തുകൾ നമുക്ക് നോക്കാം. ഓർഗൻസ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിന്നായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. നമുക്ക് ലൈനിങ് ഒക്കെ വേണ്ടി വരുന്ന ഒരു ക്ലോത്താണ്. കിഡ്സിനും ലേഡീസിനൊക്കെ ഗൗൺ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് ഷിമ്മർ നെറ്റ്. ഇതും അത്യാവശ്യം തിന്നായിട്ടുള്ള ഒരു ക്ലോത്താണ്. കൈയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നീഴ്ച കാണുന്ന ഒരു തരം ക്ലോത്താണ് കേട്ടോ. ഇതിന് നമുക്ക് ലൈനിങ് ആവശ്യമാണ്. അടുത്തത് വരുന്നത് വെൽവെറ്റ് ഓർഗൻസയാണ്. ഇതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, പിടിച്ചാലൊന്നും കയ്യിൽ ഒതുങ്ങാത്ത ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് ഫ്രോക്കും വലിയവർക്ക് സാരി ഗൗണൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്പേസ് സിൽക്ക്. ഇത് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ക്ലോത്തുകളാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പേസ് സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് കേട്ടോ. ഇത് 2 ഷെയ്ഡഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ഗ്രീൻ ഷെയ്ഡ് ഉള്ളിലായിട്ടും പുറത്ത് മെജന്ത കളറാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഒഴുകി പോകുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. തോന്നിയതുപോലെ നടക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് സിൽക്കിനെ വിശേഷിപ്പിക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പിടിച്ചാൽ ഒതുങ്ങാത്ത ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വലിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്നൊരു ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണുന്നില്ലേ, നമ്മൾ ഏത് ഭാഗത്തേക്കാണോ വലിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയലുകൾ നമുക്ക് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് നല്ല ഫാബ്രിക്കിനെ നേരിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാതെ നമ്മൾ ആദ്യം ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് ഈ ഒരു ലൈനിങ് പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിങ് പീസിൻ്റെ മെഷർമെൻറ്റ്സിനേക്കാളും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് ഞാൻ ഇതുപോലെ മെയിൻ ഫാബ്രിക് ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ക്വയർ പീസ് ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ലെങ്ത്തും വിഡ്ത്തും നോക്കിയിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ക്രേപ്പാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിടിച്ചാൽ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ്. അതുപോലെ തന്നെ കോട്ടനൊക്കെ ആയാലും നല്ല ഒതുങ്ങുന്ന ടൈപ്പ് ക്ലോത്താണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ലൈനിങ് ക്ലോത്ത് ആകുമ്പോൾ നമുക്കൊന്ന് പിടിച്ചാൽ ഒതുങ്ങുന്ന ടൈപ്പാണ്. ഇതിൻ്റെ മുകളിലേക്കാക്കിയിട്ട് ഞാൻ ഈ മെയിൻ ഫാബ്രിക്കിനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗത്തു കൂടിയും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പം ആ ഒരു ഫാബ്രിക് അവിടെ അടങ്ങി നിന്നോളും. ഇത് നേരിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാതെ ഇതിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭാഗമൊന്നും നീങ്ങിപ്പോവാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 ഭാഗത്തും പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പോഴും നമ്മൾ സ്റ്റിച്ചിങ് എന്താവും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡിലേക്കും ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനിങ് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ നിന്നും 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ ആക്കിയിട്ട് നമ്മുടെ നല്ല ഫാബ്രിക് ഉണ്ടല്ലോ
അതും കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാക്കി വെച്ച് കൊടുക്കുമ്പോൾ ഇതാ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. ഒരു കോംവെട്ടൊക്കെ വരുന്നത് പോലെയാണ്. നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ കറക്റ്റായിട്ട് മെഷറൊക്കെ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവില്ല. പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി വലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അപ്പം മെയിൻ പ്രോബ്ലമാണ് കേട്ടോ ഈ ക്ലോത്തിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എക്സ്ട്രാ 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ആ ഒരു ലൈനിങ് പീസിനോട് കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇപ്പോൾ ഇതാ ലൈനിങ് പീസുമായിട്ട് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാബ്രിക് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫാബ്രിക്കിനെ 10 ഇഞ്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ചായിരുന്നു കേട്ടോ വീതി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വലിക്കുമ്പോൾ അത് കണ്ടില്ലേ 10 ഇഞ്ചുള്ളത് ഒരു 15 ഇഞ്ചൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും നീളം ഇതിന് വെക്കുന്നുണ്ട്. പക്ഷേ ഞാനിവിടെ 10 ഇഞ്ച് കറക്റ്റായിട്ടായിരുന്നു മെഷർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്തായാലും ഇത് പറ്റില്ല. അപ്പോൾ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മൾ നേരിട്ട് വലിച്ചിട്ട് ഇതൊരിക്കലും സ്റ്റിച്ച് ചെയ്തെടുക്കരുത് കേട്ടോ. അതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലം കേട്ടോ. അപ്പോൾ ഇതാ ലെങ്ത്ത് കൂടി വരുന്നത് കണ്ടില്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള ഫാബ്രിക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി വലിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഇതുപോലെ പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോഴും നമ്മൾ അധികം വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. ഒരു മയത്തിൽ പിടിച്ചിട്ട് വേണം ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് മെരുക്കി എടുക്കണം. ഈ ഒരു ഫാബ്രിക്കിനെ നമ്മൾ ആദ്യം ഒന്ന് മെരുക്കി എടുക്കണം. അപ്പം നമ്മളിതുപോലെ വലിക്കുമ്പോൾ നമ്മുടെ വിഡ്ത്ത് അവിടെ കുറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ താഴെ ഞാൻ 10 ഇഞ്ച് കറക്റ്റ് ചെയ്തെടുത്തിട്ട് എനിക്ക് ലൈനിങ് പീസ് അത്രേ വരുന്നുള്ളൂ. ഈ ഒരു ഫാബ്രിക് എന്നിട്ടും ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ 4 വശം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും ആദ്യം. എന്നിട്ടാണ് ബാക്കി എന്താ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കൽ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഫാബ്രിക് ഒന്ന് മയങ്ങി കിട്ടും, ഒന്ന് ഒതുങ്ങി കിട്ടും, നമ്മളെ കയ്യിലൊന്ന് ഒതുങ്ങും. അപ്പോൾ നമുക്ക് അങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിഡ്ത്ത് കൂടാനോ കുറയാനോ പോകുന്നില്ല കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലൈനിങ് പീസിനെ ആശ്രയിച്ചിട്ടാണ് ഈ ഒരു ക്ലോത്ത് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ചോ 2 ഇഞ്ചോ എക്സ്ട്രാ ആക്കിയിട്ട് എന്തായാലും കൂടുതൽ എടുക്കുക കേട്ടോ. കറക്റ്റ് ആക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കുറഞ്ഞാൽ നമുക്കത് എന്തും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൂടിയാൽ നമുക്ക് ബാക്കി വരുന്ന പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് കോംവെട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഞാനിത് കറക്റ്റ് ആക്കിയിട്ട് മെഷർ ചെയ്തിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതായിരുന്നു. പക്ഷെ എന്നിട്ടും ഒരു കോംവെട്ട് പോലെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം കുട്ടികളെക്കാട്ടിലും ഒരു വികൃതിയായിട്ടുള്ള ഒരു ക്ലോത്താണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിൻ ചെയ്ത് കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ അത് നീങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ആ ഒരു ലൈനിങ് പീസിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അധികം വലിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴും പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ ലൈനിങ് പീസിനോട് കൂടെ കറക്റ്റാക്കി ഒന്ന് പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അത് ചെറിയൊരു പിരിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലോത്താണ് ഇത്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രോസ് കട്ടും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് 4 സൈഡിലും ഇതുപോലെ ചെറിയൊരു ബാലൻസ് വന്നിട്ടുണ്ട് കേട്ടോ ക്ലോത്ത്. അതിനൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിട്ടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിനെ ഒന്ന് ഉൾഭാഗത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നെക്കിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അതിൽ കൂടെ ഒന്നുകൂടി ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള 4 ഏരിയയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
പീസുമായിട്ട് 4 ഭാഗവും ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിന്നൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്തിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് നീങ്ങിപ്പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നേരിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. അപ്പോൾ 2 സൈഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതുപോലുള്ള ക്ലോത്തിനൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു നീറ്റ്നെസ്സിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ പോരല്ലോ. അപ്പോൾ പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം നെക്കൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കും. അതിൻ്റെ ശേഷമാണ് ഞാൻ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വേറെ പീസ് എടുത്തിട്ട് നെക്കിൻ്റെ അവിടെ നമുക്ക് എക്സ്ട്രാ ഒരു പീസും കൂടെ ആവും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ടെടുത്തതിന് ശേഷം 4 സൈഡും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മെയിൻ ഫാബ്രിക് അവിടെ ഒന്ന് അടങ്ങി നിൽക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാൻ ഇതുപോലുള്ള ക്ലോത്തുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. ഇനി സ്റ്റിച്ചിങ്ങിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും ഈ ഒരു ടിപ്സ് വളരെ ഉപകാരപ്പെടും കേട്ടോ. ഇനി ഇതുപോലുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം നമ്മൾ ലൈനിങ് പീസിൽ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ കോട്ടൻ്റെ ലൈനിങ് പീസിലും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കട്ടിങ് മെയിൻ പ്രശ്നമുള്ളവർക്ക് കോട്ടൻ്റെ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പരിചയം വരാനുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം മാത്രമേ ഇതുപോലുള്ള മെറ്റീരിയൽസൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും കഴിയുള്ളൂ. ഇപ്പോൾ ഷോപ്പുകളിലൊക്കെ കുറഞ്ഞ റേറ്റ് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലുകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കട്ട് പീസ് ക്ലോത്തുകൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന കടകളും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആദ്യം ഒരു പരിചയം വരുത്തണം. പലരും പുതിയ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു പേടി നമുക്ക് മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്കത് മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് 1 ഇഞ്ചോ 2 ഇഞ്ചോ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടിയാൽ പ്രശ്നമല്ലല്ലോ, കുറഞ്ഞാലാണല്ലോ പ്രശ്നം വരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ്സിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഞാൻ എത്ര പിടിച്ചിട്ടും അതൊന്നും കറക്റ്റായിട്ട് നിൽക്കുന്നില്ല, നീങ്ങി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാനത് ആ ഒരു ഭാഗം പിൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പം നീങ്ങി പോവില്ല. അപ്പം ഞാൻ പിൻ ചെയ്യാതെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം വൃത്തിയിലൊന്ന് വെക്കാം. ഉൾഭാഗമല്ലേ അങ്ങനെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം ഓവർലോക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചുളിവുകളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് അയൺ ചെയ്തെടുത്താൽ ആ ഒരു ഭാഗം വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പം ഇതുപോലെ വലിയ പിരിച്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത് സ്റ്റിച്ച് അഴിച്ചിട്ട് രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്നും കൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു ഭാഗമൊക്കെ അവിടെ കറക്റ്റായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ഫ്രണ്ട് നെക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ഭാഗം മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫാബ്രിക്കിനെ ഇതുപോലെ കറക്റ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫാബ്രിക് നമ്മുടെ കയ്യിലൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, ഒന്ന് ഒതുങ്ങുന്ന ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗം ഞാൻ ഹുക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കൊടുക്കുന്നില്ല, ലാസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ പിൻ ചെയ്തിട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും യോക്ക് ഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള പീസിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ബാലൻസിൽ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, കൂടിയാൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കുറഞ്ഞു പോയാൽ പിന്നെ നമുക്കത് ജോയിൻ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തുള്ള പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമ്മൾ ഉറച്ചൊന്ന് പരിശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ കട്ടിങ്ങിനോടുള്ള ഭയം മാറ്റാനും അതുപോലെ തന്നെ കോൺഫിഡൻസോട് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിയുള്ളൂ.
പേടിച്ച് നിന്നാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഒരു പ്രാക്ടീസാണ്. ഇത് നമ്മൾ ചെയ്ത് വേണം ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഞാനൊരു അംബ്രല്ല പലാസോയും കൂടിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.